ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഗുജറാത്തിലെ 6 നിയോജക മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് കോൺഗ്രസ് വമ്പൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. 6 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ച് 4ഇടത്തും വമ്പൻ നേട്ടം തന്നെയാണ് കോൺഗ്രസ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് വലിയ നേട്ടം തന്നെയാണ്. അതിൽ 2 BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ് എന്ന കാര്യം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ്. മോദിയുടെ മണ്ണിൽ ഇങ്ങനെയൊരു മിന്നും പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, നേതാക്കന്മാർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാൾ വലിയ ആവേശവും സന്തോഷവും നൽകുന്ന വാർത്ത മറ്റൊന്നാണ്. ഠാക്കൂർ സമുദായത്തിൽപ്പെട്ട 2 പേർ കോൺഗ്രസിന്റെ കൊടിപിടിച്ച് MLA ആയവർ പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ അധികാരത്തെ കണ്ടുകൊണ്ട്, പണത്തെ കണ്ടുകൊണ്ട് മറുകണ്ഠം ചാടിയ 2 പേർ. അവരെ ഒരിക്കലും കോൺഗ്രസിന് വെറുതെ വിടാനാകില്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശം പറഞ്ഞ ആളുകളാണ് ആ 2 പേരും. ആ 2 പേരെ പരിചയപ്പെടുത്തുന്നു. അൽപേഷ് താക്കൂർ, രാധൻപൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് വിജയിച്ച അൽപേഷ് താക്കൂർ അതേ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഏറ്റവും വലിയ ഒരു തോൽവി അൽപേഷ് താക്കൂർ ഏറ്റുവാങ്ങുകയാണ്. മാത്രമല്ല മറ്റൊരാൾ ധവാൽ സിംഗ് ഷാലെ അർവാലി ജില്ലയിലെ ബയാദിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ സാലെ തോറ്റു എന്നുള്ളത് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അങ്ങനെ ഈ 2 പേർ കോൺഗ്രസിനെ ചതിച്ചുകൊണ്ട് BJP പാളയത്തിലേക്ക് കടന്നുപോയവരാണ്. പക്ഷേ ഇവർ വമ്പൻ പരാജയം തന്നെ അവരെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്. ഒരു പക്ഷേ BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതിനേക്കാൾ വലിയ സന്തോഷം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അൽപേഷ് താക്കൂർ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി പറഞ്ഞ ഒരാൾ തന്നെയാണ്. ഇത് രാഹുലിന്റെ ഒരു മധുര പ്രതികാരമായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.